നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ നമ്മള് 2 ക്ലാസ്സുകളിലായിട്ട് ജോലിക്ക് പോകുന്നവർക്ക് പഠിക്കാൻ പറ്റിയ VFA ബെഫ്കോ LD ടൈം ടേബിളും അതുപോലെ വീട്ടമ്മമാർക്കുള്ള ടൈം ടേബിളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ച കാര്യമാണ്, കമ്പനി LGSന് പഠിക്കുന്നവർക്ക് ഒരു ടൈം ടേബിൾ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജോലിക്ക് പോയി കമ്പനി LGSന് പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് കമ്പനി LGSന് തയ്യാറെടുക്കുന്ന പ്രത്യേകിച്ച് ജോലിക്ക് പോയി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ ഒരു PDF നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഇട്ട് തന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ PDF വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക്. അപ്പൊ നിങ്ങൾ കമ്പനി LGSന്റെ സിലബസ് ചെക്ക് ചെയ്യുമ്പം സിലബസിനകത്ത് GK, സയൻസ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റലിബിലിറ്റി ഇത്രയും മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ലാംഗ്വേജ് പഠിക്കാനില്ല. അതുപോലെ IT, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. GK ഉണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, മെന്റലിബിലിറ്റി ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണം നിങ്ങൾ ഫോക്കസ് കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം പറയട്ടെ, കമ്പനി LGS ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കയ്യിലിരിക്കുന്ന പോസ്റ്റാണ്. 3500-ലധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചോ, ജോലി കയ്യിലിരിക്കും. അപ്പൊ LGS സിലബസിൽ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് ഏതിനൊക്കെയാണ്? GK, ആനുകാലിക സംഭവങ്ങൾ, അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്നിവയ്ക്കാണ്. അപ്പൊ ഒരു ദിവസത്തെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ ഇട്ടേക്കുന്നത്. രാവിലെ 5 മണി തൊട്ട് 6:30 വരെ നിങ്ങൾ പഠിക്കണം. അപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ടൈം കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കണേ. രാവിലെ 5 മണി തൊട്ട് 6:30 വരെ നിങ്ങൾ മാത്സും മെന്റൽ എബിലിറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം കുറച്ച് സമയം വേണ്ട സബ്ജക്റ്റ് ആണ് മാത്സും മെന്റൽ എബിലിറ്റിയും. അതുകൊണ്ട് തന്നെ ഈ 5 മണി 6:30 എന്ന് പറയുമ്പോൾ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കാൻ പറ്റും. വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടുതൽ ആൾക്കാരും ഉറങ്ങുന്ന ടൈം, നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉറങ്ങുന്ന ടൈം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് പഠിക്കാൻ പറ്റും. മാത്സും മെന്റൽ എബിലിറ്റിയും ആ ടൈമിൽ ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കാം. 1 മണിക്കൂർ പഠിക്കാനും 1/2 മണിക്കൂർ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും കൂടെ ഒന്ന് മാറ്റി വെച്ച് നോക്കണേ. അപ്പൊ 5 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് മാത്സും മെന്റൽ എബിലിറ്റി ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിക്കുക. 1/2 മണിക്കൂർ ആ ടോപ്പിക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നെടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പുസ്തകം വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പൊ അതിന്റെ ചോദ്യങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതിൽ തന്നെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ കാണും. അതും കൂടെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ മുൻവർഷ ചോദ്യങ്ങളിലെ കണക്കുകൾ ദിവസവും 10 എണ്ണമെങ്കിലും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകും. ജോലിക്കുള്ള ഇടവേളകളിൽ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാമല്ലോ. ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേൾക്കാം, കറണ്ട് അഫയേഴ്സ് കേൾക്കാം. നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ ടൈം ടേബിൾ അനുസരിച്ചാണ് ഓരോരോ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പൊ Day 1, Day 2 ആയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് Day 1 ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് പഠിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോയി ജോലിക്ക് കിട്ടുന്ന ബ്രേക്കിലോ കാര്യങ്ങളിലോ ഒക്കെ അന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കറണ്ട് അഫയേഴ്സ് അന്നത്തെ ദിവസം ഞാൻ പഠിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ടൈമിൽ പഠിക്കാവുന്നതാണ്. ഇനി രാത്രി 7:30 തൊട്ട് 9 മണി വരെ മാത്രമേ ഞാൻ പഠിക്കാനുള്ള സമയം ഇട്ടിട്ടുള്ളൂ. രാത്രി 7:30 തൊട്ട് 9 മണി, 7:30ക്ക് നിങ്ങൾ പഠിക്കാനിരിക്കുക. അതിന് മുന്നേ തന്നെ ഫുഡെല്ലാം കഴിച്ച് 7:30ക്ക് നിങ്ങൾ പഠിക്കാനിരുന്നാൽ ആ സമയത്ത് GKയും സയൻസും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ GKയും സയൻസും പഠിക്കുമ്പോൾ അതിന്റെ കൂടെ SCERT പാഠപുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സ് ഓരോ ദിവസം പഠിക്കാൻ വേണ്ടി നോക്കാം. പ്രത്യേകിച്ച് സോഷ്യലും സയൻസും. അപ്പൊ കേരള ചരിത്രം പഠിക്കാം, ഭൂമിശാസ്ത്രം പഠിക്കാം, അടിസ്ഥാന ശാസ്ത്രം പഠിക്കാം. ഇതിൽ ഫോക്കസ് നൽകേണ്ടത് SCERT പാഠപുസ്തകങ്ങൾക്കും ആയിരിക്കണം. 5 മുതൽ 10 വരെയുള്ള SCERT സോഷ്യൽ സയൻസ്. ഇപ്പൊ നിങ്ങൾ GKയിലെ ഒരു ടോപ്പിക് എടുത്തേ, ആ ഒരു ടോപ്പിക് ആ ദിവസം പഠിച്ചു. 7:30 തൊട്ട് 9 മണിയുള്ള സമയത്ത് ആ ടോപ്പിക് പഠിച്ചു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു SCERT ചാപ്റ്ററും കൂടെ കവർ ചെയ്യാൻ പറ്റുമല്ലോ. അത് സോഷ്യൽ ആവട്ടെ സയൻസ് ആവട്ടെ, ഏതെങ്കിലും ഒരു SCERT ചാപ്റ്ററും കൂടെ മസ്റ്റ് ആയിട്ടും ഡെയിലി നിങ്ങൾ കവർ ചെയ്ത് പോകണം.
ഓക്കെ, ആ സമയം ഈ 7:30 തൊട്ട് 9 മണിയുള്ള സമയത്ത് ഈ കാര്യങ്ങൾ വേണം നിങ്ങൾ നോക്കാൻ. ഇനി 9 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. കൂടാതെ ആ ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷനും ആ സമയത്ത് ചെയ്യണം. ഡെയിലി റിവിഷൻ അടിക്കണേ. കാരണം നിങ്ങൾ കിട്ടാത്ത സമയം ഉണ്ടാക്കിയെടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അന്ന് രാത്രി കൃത്യമായിട്ട് നിങ്ങൾ റിവിഷനും കൂടി അടിക്കുക. അപ്പോൾ രാത്രി 9 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്ത് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കൂടാതെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആനുകാലിക സംഭവങ്ങൾ പഠിക്കാനും അന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഡെയിലി ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. 101% ഉറപ്പ്. അപ്പൊ രാവിലെ 5 മണി തൊട്ട് 6:30 വരെ 1.5 മണിക്കൂർ പഠിച്ചു. നൈറ്റ് 7:30 തൊട്ട് 9 മണി വരെ 1.5 മണിക്കൂർ പഠിച്ചു. ആ സമയത്ത് പഠിക്കാൻ വേണ്ടി തന്നെ വേറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ സമയത്ത് പഠിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ 7:30 തൊട്ട് 9 മണി വരെ 1.5 മണിക്കൂർ. അപ്പൊ രണ്ടും കൂടെ 3 മണിക്കൂറായി. 9 മണി തൊട്ട് 10 മണി വരെ 1 മണിക്കൂർ. 4 മണിക്കൂർ ഡെയിലി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലേ? 24 മണിക്കൂറിൽ 4 മണിക്കൂർ മാത്രമേ ഞാൻ മാറ്റി വെക്കാൻ പറയുന്നുള്ളൂ. അത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? പറ്റിയിരിക്കണം. നിങ്ങൾ കമ്പനി LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറ്റിയിരിക്കണം. ഓക്കെ, ഇനി കുറച്ച് വിജയതന്ത്രങ്ങൾ പറഞ്ഞു തരട്ടെ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കാര്യമാണ് SCERT പാഠപുസ്തകം. SCERT പാഠപുസ്തകം സോഷ്യലും സയൻസും സെലക്ടഡ് ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഓരോ ടോപ്പിക്കിൽ നിന്നും ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരള ഹിസ്റ്ററി എടുക്കുമ്പോൾ കേരള ഹിസ്റ്ററിയുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സയൻസ് ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ശബ്ദം എന്ന ടോപ്പിക് എടുത്താൽ ശബ്ദം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റർ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിൽ നിന്നായിരിക്കും PSC ചോദ്യം ചോദിക്കുന്നത്. ഡെയിലി നിങ്ങൾ SCERT പഠിക്കണം. മുൻവർഷ ചോദ്യങ്ങൾ അത് നിങ്ങളുടെ തുറുപ്പ് ചീട്ടായി തന്നെ വെച്ചോളൂ. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ. മുൻവർഷ ചോദ്യങ്ങൾ പരീക്ഷയായിട്ട് എഴുതി നോക്കിയേ പറ്റത്തുള്ളൂ. ഇനി മൊബൈലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇടവേള സമയം ഉണ്ടല്ലോ, നിങ്ങളുടെ ബ്രേക്ക് ടൈമിലൊക്കെ ഫോൺ ഉപയോഗിച്ച് കേൾക്കാം. നിങ്ങളുടെ ജോലിക്കിടയിൽ ഫോൺ ഫ്രീ ടൈം ഒക്കെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ബ്രേക്ക് ടൈം തന്നെ വേണമെന്നില്ല, ഇപ്പൊ ജോലിക്കിടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സമയങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി ഫോൺ വെച്ച് കേട്ട് ഒരു 10 മിനിറ്റ് പഠിക്കാമല്ലോ, ഒരു 15 മിനിറ്റ് പഠിക്കാമല്ലോ. അപ്പൊ മൊബൈൽ ഫോൺ ആ ഇടവേളകളിൽ നമുക്ക് സഹായിയായിട്ട് വരും. അപ്പൊ മൊബൈലിന്റെ ഉപയോഗത്തിൽ ആ ഒരു പോയിന്റ് ഒന്ന് ഓർക്കുക. പിന്നെ പ്രത്യേക വിഭാഗങ്ങൾ കൂടുതലായിട്ടും LGS പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുക. അതിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ സിലബസ് ഫുള്ളിരുന്ന് കാണാപ്പാഠം പഠിക്കാതെ സിലബസിലെ പ്രത്യേക ഭാഗങ്ങൾ തെരഞ്ഞെടുത്ത് കൂടുതൽ PSC ചോദിക്കുന്ന മുൻതൂക്കം നൽകുന്ന ഭാഗങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ കമ്പനി LGSനൊക്കെ നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് നവോത്ഥാന നായകർ. എന്തായാലും ചോദ്യം വരും. 4-5 മാർക്കിന് ചോദ്യം ചോദിക്കും. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠ സ്വാമികൾ, അതുപോലെ കുമാര ഗുരുദേവൻ, ഇവരെ പറ്റിയൊക്കെ നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പൊ നവോത്ഥാന നായകർ, കേരളത്തിലെ പ്രധാന നവോത്ഥാന നായകരെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പഠിച്ചു വെക്കുക. ഇനി കേരളം, ഇന്ത്യ, അടിസ്ഥാന വിവരങ്ങൾ, അതിർത്തികൾ, നദികൾ, പദ്ധതികൾ, ഇതൊക്കെ എല്ലാ പരീക്ഷകൾക്കും LGSന്റെ എല്ലാ പരീക്ഷകൾക്കും PSC ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഏരിയാസ് അറിഞ്ഞ് അതിലെ മാർക്ക് നിങ്ങൾ വിട്ട് കളയരുത്. ഇങ്ങനെ ഏരിയാസ് അറിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് 50-ൽ നിന്നും 80-ലേക്ക് ഉയർത്താൻ പറ്റുവടെ. ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഇനി ഒരു പ്രധാന കാര്യം, നിങ്ങൾ ജോലിക്ക് പോകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ശനി ഞായർ ദിവസം ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല, കുറച്ചും കൂടി കൂടുതൽ സമയം ശനി ഞായർ നിങ്ങൾ പഠിക്കണം. അതായത് 5 മുതൽ 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയുടെ രൂപത്തിൽ എഴുതാൻ വേണ്ടി നോക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഹൈ ആക്കും. ആത്മവിശ്വാസം എന്തായാലും അത് വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പൊ ഈ ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ജോലിക്ക് പോകുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിന് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും കൂടെ ഒന്ന് സഹായിക്കുക, എല്ലാരെയും സഹായിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ എന്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കുവേ. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് iPhoneലും ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.